ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫിറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവി എന്തു പറയുന്നു എന്നുള്ളതിൽ ഇസ്ലാമിനും യാതൊരു വിലയുമില്ല. ഖുർആൻ എന്തു പറയുന്നു എന്നുള്ളതിനാണ്. അറബിക് വിദ്യാർത്ഥികളുമായി ഞാൻ